ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തനതായ വ്യക്തിത്വ സവിശേഷതകളുണ്ട്. ഇവർക്ക് സ്വന്തമായ ചിന്താഗതിയും സ്വന്തം പ്രയത്നത്തിലൂടെ ഉന്നതിയിലെത്താനുള്ള കഴിവും കണക്കാക്കപ്പെടുന്നു. ശുദ്ധമനസ്സും ആത്മാർത്ഥതയുമുള്ള ഇവർ ആളുകളെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നതിനാൽ ചിലപ്പോൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുമുണ്ട്. നല്ല സംഭാഷണത്തിലൂടെ ആരെയും വശത്താക്കാൻ കഴിയുമെങ്കിലും ഇവരുടെ മുൻകോപം സൗഹൃദങ്ങളെ നശിപ്പിക്കാൻ സാധ്യത കാണിക്കുന്നു. സുഖഭോഗങ്ങളിലും ആഡംബരങ്ങളിലും താല്പര്യമുള്ളവരും വലിയ ചിലവുകാരുമായിരിക്കും ഉത്രാട നക്ഷത്രക്കാർ. ഇത് ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകൾക്ക് കാരണമായേക്കാം. ഇവർ ഈശ്വരവിശ്വാസികളാണ്. കൂടാതെ എല്ലാ കാര്യത്തിലും അമ്മയുടെ പിൻബലവും ഇവർക്കുണ്ടാകും. ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത അനുഭവങ്ങളുണ്ടാകാം. ഉത്രാട നക്ഷത്രത്തിലെ കൂറ് അനുസരിച്ച് സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ വരും. ധനുക്കൂറ് ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം വ്യാഴത്തിൻ്റെ സ്വാധീനത്തിൽ അറിവും ആത്മവിശ്വാസവും നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മകരക്കൂറ് ഉത്രാടം 2, 3, 4 പാദങ്ങൾ ശനിയുടെ സ്വാധീനത്താൽ ഭൗതിക ലക്ഷ്യങ്ങൾ നേടുന്നതിലും കുടുംബ ബന്ധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ജൂൺ മാസത്തിലെ ഗ്രഹങ്ങളുടെ സംക്രമണങ്ങൾ ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. പ്രധാന സംക്രമണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സൂര്യൻ ഉത്രാട നക്ഷത്രത്തിൻ്റെ അധിപനാണ്. ജൂൺ 15 സൂര്യൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. മിഥുനൻ രാശി ബുധൻ്റെ ക്ഷേത്രമാണ്. ആശയവിനിമയം, ബുദ്ധി, പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഉത്രാട നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായ നേതൃത്വ ഗുണവും ബുദ്ധിശക്തിയും ഈ സംക്രമണത്തിലൂടെ കൂടുതൽ പ്രകാശിക്കും.